ഇന്ത്യയുടെ ബഹിരാകാശ വിക്ഷേപണത്തറയായ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാം വിക്ഷേപണം വിജയകരം. NVS-02 ഉപഗ്രഹം GSLV F-15 ചിറകിലേറി ഭ്രമണപഥത്തിലെത്തി. ചരിത്ര മുഹൂർത്തത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് മഹാഭാഗ്യമെന്ന് ISRO ചെയർമാൻ V. നാരായണൻ പ്രതികരിച്ചു. 3, 2, 1, L40 stages are ignited. +5 seconds. അഭിമാനം, ആവേശം. ഇന്ത്യയുടെ ബഹിരാകാശ വിക്ഷേപണത്തറയ്ക്ക് അത്യുജ്വല സെഞ്ചുറി. രാവിലെ 6:23 NVS-02 വഹിച്ചുള്ള GSLV F-15 യാത്ര തുടങ്ങി. കൃത്യം 19 മിനിറ്റുകൾക്കപ്പുറം ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തി. അമേരിക്കയുടെ GPS ബദലായുള്ള ഇന്ത്യയുടെ നാവിഗേഷൻ സംവിധാനമായ നാവിക് ശൃംഖലയുടെ ഭാഗമാണ് NVS-02. കൃത്യമായ സ്ഥാനം, വേഗം, സമയസേവനങ്ങൾ എന്നിവ നൽകാൻ നാവിക്കിന് കഴിയും. ISROയുടെ മുൻ ചെയർമാൻമാരും ഡയറക്ടർമാരും ചരിത്ര വിക്ഷേപണത്തിന് സാക്ഷിയായി. NVS-02 spacecraft at the intended geostationary transfer orbit is now injected and the mission is completed. ISRO ചെയർമാനായുള്ള ആദ്യ ദൗത്യത്തിൽ തന്നെ ചരിത്രത്തിളക്കം നേടിയതിന്റെ സന്തോഷം പങ്കുവച്ച് ഡോക്ടർ V. നാരായണൻ. Today we made a historical achievement in India, the 100th launch from the spaceport. സെഞ്ചുറി ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടറായത് മലയാളി തോമസ് കുര്യൻ. ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന ലോഞ്ചിൽ മിഷൻ ഡയറക്ടറായിരിക്കാനുള്ള ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ GSLV Mark IIന്റെ ലോഞ്ച് നേരിട്ട് കാണുന്നത് മിഷൻ ഡയറക്ടർ സീറ്റിൽ നിന്ന് തന്നെയാണ്. ഗഗൻയാൻ, ചന്ദ്രയാൻ തുടർ ദൗത്യങ്ങൾ, സ്വന്തമായ ബഹിരാകാശ നിലയം. രാജ്യത്തിനും ഇസ്രോയ്ക്കും സ്വപ്നങ്ങളേറെയുണ്ട്. എല്ലാത്തിനും കരുത്തായി ഈ കോട്ടയുമുണ്ടാകും. സതീഷ് ധവാൻ സ്പേസ് സെന്ററിന് മുന്നിൽ നിന്നും ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശുപട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24.